ജന്മത്തിലൊന്നും ഞങ്ങൾ ഈ ടെക്നോളജിയുടെ യുഗത്തിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളിതിലൊന്നും വിശ്വസിക്കില്ല, പുനർജന്മമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടുള്ള ഒരുപാട് പുനർജന്മങ്ങളുടെ കഥകളുണ്ട്. നിങ്ങൾക്ക് ശാന്തി ദേവിയെക്കുറിച്ച് അറിയാമോ? ശാന്തി ദേവി എന്ന് പറയുന്നത് 1926 ഡൽഹിയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ശാന്തി ദേവി. അവർക്ക് 4 വയസ്സുള്ളപ്പോൾ തൊട്ട് അവരവരുടെ പഴയ ജന്മത്തിലെ കഴിഞ്ഞ ജന്മത്തിലെ അവരുടെ പേരും അവരുടെ ജീവിതങ്ങളും അവർ മരിച്ച സാഹചര്യം അവരുടെ ഭർത്താവിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ അവരുടെ പേര് ലുഡ്ഗി ദേവി എന്നും അവരുടെ ഭർത്താവിൻ്റെ പേര് കേദാർനാഥ് എന്നൊക്കെയായിരുന്നു. അവർ മരിക്കുവാനുണ്ടായ സാഹചര്യങ്ങൾ വരെ ആ ഒരു കുട്ടി സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ 4 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടി അന്നത്തെ കാലത്ത് യൂട്യൂബില്ല, ടി വി ഇല്ല, അല്ലെങ്കിൽ ന്യൂസില്ല, എങ്ങനെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയെക്കുറിച്ചും അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് അവരുടെ ഭർത്താവിൻ്റെ പേരും അവരുടെ മരണകാരണങ്ങളും എല്ലാം കറക്റ്റായിട്ട് ആര് പറഞ്ഞു കൊടുക്കും ആ കുട്ടിക്ക്? അതേപോലെ തന്നെ വേറൊരു ആളുണ്ട്, സുമിത്ര സിംഗ് എന്ന് പറഞ്ഞിട്ട്. അവർ ഉത്തർപ്രദേശിൽ ഉള്ള ഒരു സുമിത്ര സിംഗ് ആണ്. അവർ മരിച്ചതിനെക്കുറിച്ചും അവരുടെ ആ ഒരു ജീവിത രീതികളെക്കുറിച്ചൊക്കെ തന്നെ അവരും ഇതേപോലെ അവരുടെ കുഞ്ഞുനാൾ തൊട്ടിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കുട്ടി അല്ലെങ്കിൽ ഈ വ്യക്തി സുമിത്ര സിംഗ് എന്ന് പറയുന്ന വ്യക്തി വേറൊരു വ്യക്തി ശിവ ത്രിപാഠി എന്നൊരു വ്യക്തി, ആ വ്യക്തി റെയിൽവേ ആക്സിഡൻറ്റിൽ മരിച്ച ഒരു വ്യക്തിയുടെ, അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ച ആ വ്യക്തിയുടെ സ്വഭാവങ്ങളും അവരുടെ ബിഹേവിയറും അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് സോൾ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ശിവ ത്രിപാഠി മരിച്ചിട്ട് അവരുടെ ആത്മാവ് സുമിത്ര സിംഗിൽ കയറിയതാണ് എന്നൊരു രീതിയിൽ എന്നുവെച്ചാൽ ആ പുള്ളി ത്രിപാഠിയുടെ ആത്മാവ് സുമിത്ര സിംഗിൽ ആ ശിവയുടെ പോലെ തന്നെ ജീവിക്കുകയാണ്. കാരണം സുമിത്ര അപ്പോൾ എന്ത് ചെയ്യും? ടോട്ടലി മാറും, അവരുടെ സ്വഭാവങ്ങൾ മാറും, അവരുടെ സംസാര രീതികൾ മാറും, അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യത്യാസമാകും അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടിറ്റു സിംഗ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അവരും ഇന്ത്യയിലുള്ളതാണ്. ഞാനിവിടെ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ലോകത്ത് ഒരുപാട് പേരുടെ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ഈ പുനർജന്മത്തിൻ്റെ കഥ ഈ ടിറ്റു സിംഗിൻ്റെയാണ്. കാരണം ഈ ടിറ്റു സിംഗ് അയാളുടെ കുട്ടിയാണ്, ആ കുട്ടി 4-5 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവങ്ങൾ. കാരണം ഈ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയും ദൈവികതയുള്ള സമയമാണ്, ഈ ലോകത്തിൻ്റെ കളങ്കത, കാപട്യം, കള്ളത്തരങ്ങളൊന്നും പഠിക്കാത്ത വളരെ പ്യുവറായിട്ടുള്ള നമ്മുടെ ഒരു സമയമാണ് നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിറ്റു എന്ന് പറയുന്ന കുട്ടി 4-5 വയസ്സുള്ളപ്പോൾ തന്നെ അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ അയാളൊരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതായിട്ടും ആ ഷോപ്പിൽ അയാൾക്കൊരു ഭാര്യയും മക്കളും ഉള്ളതായിട്ടും അയാളെ ആരോ വെടിവെച്ച് കൊല്ലുന്നതായിട്ടും എല്ലാം തന്നെ ഈ കുട്ടി പറയുകയുണ്ടായെന്നുള്ളതാണ്. പിന്നെ ഈ വീട്ടുകാർക്ക് ഈ കുട്ടി ഇത് തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ പ്രായത്തിൽ ഭാര്യയെക്കുറിച്ചും കുട്ടിയെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടുകാർക്ക് ശല്യം സഹിക്കുക വയ്യാതെ അവരുടെ ഒരു റിലേറ്റീവ് ഡൽഹിയിൽ പോയിട്ട്, എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ വീട് ഗുജറാത്തിലോ അവിടെ വേറെ ഏതോ സ്ഥലത്താണ്, എനിക്ക് ഓർമ്മയില്ല അത്ര. ഈ കുട്ടിയുടെ ബന്ധു ഡൽഹിയിലാണ് ഈ കുട്ടി കഴിഞ്ഞ ജന്മത്തിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ ഡൽഹിയിൽ പോയി തിരക്കുമ്പോൾ ഈ കുട്ടി പറയുന്ന വ്യക്തിയുണ്ട്, ആ കടയുണ്ട്, ആ ഷോപ്പുണ്ട്, അവരുടെ ഭാര്യയും മക്കളും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ. അങ്ങനെ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നതൊക്കെ സത്യമാണോ എന്നറിയും. ഭാര്യയ്ക്കും അവരുടെ ഭർത്താവിനും മാത്രം അറിയാവുന്ന പല കാര്യങ്ങളും, അവരുടെ ജീവിതത്തിലുണ്ടായ ചെറിയ ഇൻസിഡൻറ്റുകളും ഒക്കെ ആയിരിക്കാം ഈ കുട്ടി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയും അതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ ആ ഭാര്യയും മക്കളും ഒക്കെ വന്ന് ഈ കുട്ടിയെ കാണുകയുണ്ടായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് ചുറ്റും നടന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോഴും ടെക്നോളജി യുഗത്തിലാണെന്നുള്ള രീതിയിലാണ് ജീവിക്കുന്നത് അല്ലേ? പുനർജന്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മഫലത്തിലും നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ആത്മാവ് പുനർജനിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ഓരോ ജന്മത്തിലും ചെയ്യുന്ന കർമ്മ ക്ലിയർ ചെയ്യാനായിട്ട്, അതിൻ്റെ ആ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ അനുഭവിക്കുക അല്ലെങ്കിൽ ആ ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പുനർജനിക്കുന്നത്. അപ്പോൾ വേദാന്ത വൈബ്സ് എന്ന ഈ ഒരു ചാനൽ
ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളും നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കുവാനും നിങ്ങളുടെ ദൈവത്തിൻ്റെ ഇഷ്ടദേവതയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലെ വീഡിയോസൊക്കെ തന്നെ കാണാവുന്നതാണ്. ഈ ടോപ്പിക്കുകളിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കാതെ ഇരിക്കുക. അപ്പോൾ പുനർജന്മത്തിനെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചുമൊക്കെയുള്ള വീഡിയോകൾ തുടർന്ന് വരുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. താങ്ക് യു.